ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 1 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി 50-1 മുതൽ 26 വരെ. അപ്പോൾ യോസേഫെ തൻ്റെ അപ്പൻ്റെ മുഖത്ത് വീണ് കരഞ്ഞു, അവനെ ചുംബിച്ചു. പിന്നെ തൻ്റെ അപ്പനെ സുഗന്ധവർഗ്ഗം ഇടുവാൻ യോസേഫ് തൻ്റെ ദാസന്മാരായ വൈദ്യന്മാരോട് കൽപ്പിച്ചു. വൈദ്യന്മാർ ഇസ്രായേലിനെ സുഗന്ധവർഗ്ഗം ഇട്ടു. അങ്ങനെ 40 ദിവസം കഴിഞ്ഞു. സുഗന്ധവർഗ്ഗം ഇടുവാൻ അത്ര ദിവസം വേണ്ടി വരും. മിസ്രൈമ്യർ അവനെക്കുറിച്ച് 70 ദിവസം വിലപിച്ചു കരഞ്ഞു. അവനായുള്ള വിലാപകാലം കഴിഞ്ഞപ്പോൾ യോസേഫെ ഫറവോൻ്റെ ഗൃഹക്കാരോട് സംസാരിച്ചു. നിങ്ങൾക്ക് എന്നോട് ദയുണ്ടെങ്കിൽ നിങ്ങൾ ഫറവോനോട്, എൻ്റെ അപ്പനിതാ ഞാൻ മരിക്കുന്നു, ഞാൻ കനാൻ ദേശത്തെ എനിക്ക് വേണ്ടി വെട്ടിയിരിക്കുന്ന കല്ലറയിൽ തന്നെ നീ എന്നെ അടക്കണമെന്നേ പറഞ്ഞു എന്നെക്കൊണ്ട് സത്യം ചെയ്യിച്ചിട്ടുണ്ട്. ആകയാൽ ഞാൻ പോയി എൻ്റെ അപ്പനെ അടക്കി മടങ്ങി വരുവാൻ അനുവാദത്തിനെ അപേക്ഷിക്കുന്നു എന്നെ ഉണർത്തിക്കുവീൻ എന്ന് പറഞ്ഞു. നിന്റെ അപ്പൻ നിന്നെക്കുറിച്ച് സത്യം ചെയ്യിപ്പിച്ചതുപോലെ നീ പോയി അവനെ അടക്കുക എന്ന് ഫറവോൻ കൽപ്പിച്ചു. അങ്ങനെ യോസേഫെ അപ്പൻ്റെ അടുക്കുവാൻ പോയി. ഫറവോൻ്റെ ഭൃത്യന്മാരും കോവിലാധികാരികളും മിസ്രൈം ദേശത്തിലെ പ്രമാണികളും യോസേഫിൻ്റെ കുടുംബമൊക്കെയും അവൻ്റെ സഹോദരന്മാരും പിതൃഭവനവും അവനോടുകൂടെ പോയി. തങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും ആടുമാടുകളെയും മാത്രം അവർ ഗോശേൻ ദേശത്തെ വിട്ടേച്ചു പോയി. രഥങ്ങളും കുതിരാളുകളും അവനോടുകൂടെ പോയി. അതു എത്രയും വലിയ കൂട്ടമായിരുന്നു. അവർ യഹൂദന്മാരെയുള്ള ഗോശേനാദായിലെത്തിയപ്പോൾ അവിടെ വെച്ച് എത്രയും ഗൗരവമായ പ്രലാപം കഴിഞ്ഞു. അങ്ങനെ അവർ 7 ദിവസം തൻ്റെ അപ്പനെക്കുറിച്ച് വിലാപം കഴിച്ചു. ദേശവാസികളായ കനാന്യർ ഗോരേനാദായിലെ വിലാപം കണ്ടിട്ട് ഇതേ മിസ്രൈമ്യരുടെ മഹാവിലാപം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ആബേൽ മിസ്രൈം എന്നു പേരായി. അതേ യഹൂദന്മാരെ ആകുന്നു അവർ കൽപ്പിച്ചിരിക്കുന്നത് പോലെ പുത്രന്മാർ അവന് ചെയ്തു. അവൻ്റെ പുത്രന്മാർ അവനെ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോയി. മമ്രയ്ക്ക് സമീപം അബ്രഹാം ഹിത്യനായ എഫ്രൈമിനോട് നിലത്തോടുകൂടെ ശ്മശാന ഭൂമിയായി ജന്മം വാങ്ങിയ മക്കപ്പേല എന്ന നിലത്തിലെ ഗുഹയിൽ അവനെ അടക്കം ചെയ്തു. യോസേഫ് അപ്പനെ അടക്കിയ ശേഷം അവനും സഹോദരന്മാരും അവൻ്റെ അപ്പനെ അടക്കുവാൻ കൂടെ പോയിരുന്ന എല്ലാവരും മിസ്രൈമിലേക്ക് മടങ്ങിപ്പോന്നു. അപ്പൻ മരിച്ചുപോയി എന്ന് യോസേഫിൻ്റെ സഹോദരന്മാർ കണ്ടിട്ട്, പക്ഷേ യോസേഫ് നമ്മെ ദ്വേഷിച്ചു. നാം അവനോട് ചെയ്ത സകല ദോഷത്തിനും നമ്മോടെ പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞു. അവർ യോസേഫിൻ്റെ അടുക്കൽ ആളയച്ചു. അപ്പൻ മരിക്കും മുമ്പേ നിന്റെ സഹോദരന്മാർ നിന്നോട് ദോഷം ചെയ്തു. അവർ ചെയ്ത അതിക്രമവും പാപവും നീ ക്ഷമിക്കണമെന്നേ യോസേഫിനോട് പറവീൻ എന്ന് കൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ അപ്പൻ്റെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ ദ്രോഹം ക്ഷമിക്കണമേ എന്ന് പറയിച്ചു. അവർ യോസേഫിനോട് സംസാരിക്കുമ്പോൾ അവൻ കരഞ്ഞു. അവൻ്റെ സഹോദരന്മാർ ചെന്നു അവൻ്റെ മുൻപാകെ വീണു. ഇതാ ഞങ്ങൾ നിൻ്റെ അടിമകൾ എന്ന് പറഞ്ഞു. യോസേഫെ അവരോട്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്തെ ഇരിക്കുന്നുവോ? നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു. ദൈവമോ ഇന്നപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിനെ അതിനെ ഗുണമാക്കി തീർത്തു. ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും പോറ്റി രക്ഷിക്കുമെന്ന് പറഞ്ഞു. അവരെ ആശ്വസിപ്പിച്ചു, ധൈര്യപ്പെടുത്തി. യോസേഫും അവൻ്റെ പിതൃഭവനവും മിസ്രൈമിൽ പാർത്തു. യോസേഫെ 140 സംവത്സരം ജീവിച്ചിരുന്നു. എഫ്രൈമിൻ്റെ 3-ാം തലമുറയിലെ മക്കളെയും കണ്ടു. മനുഷ്യയുടെ മകനായ മഖീരിൻ്റെ മക്കളും യോസേഫിൻ്റെ മടിയിൽ വളർന്നു. അനന്തരം യോസേഫെ തൻ്റെ സഹോദരന്മാരോട്, ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്ത് നിന്ന് ഞാൻ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ആ ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അസ്ഥികളെ ഇവിടെ നിന്നേ കൊണ്ടുപോകണമെന്നേ പറഞ്ഞു. യോസേഫെ ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു. യോസേഫെ 110 വയസ്സുള്ളവനായി മരിച്ചു. അവർ അവനെ സുഗന്ധവർഗ്ഗം വിട്ടു. അവനെ മിസ്രൈമിൽ ഒരു ശവപ്പെട്ടിയിൽ വെച്ചു. ദൈവമേ, സ്തുതി അങ്ങേക്ക് യോഗ്യമാവുന്നു. ബാറയ്ക്കുമോ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി.
ആദ്യം മുതൽ എന്നേക്കുള്ളതാകുന്നു. ആമീൻ.